15ാം കേരള നിയമസഭയുടെ 16ാമത് സമ്മേളനം 2026 ജനുവരി 20-ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന ഈ സമ്മേളനത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് സഭയിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്ത് പാസാക്കുന്നതുമാണ് എന്നും നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15ാമത് കേരള നിയമസഭയുടെ അവസാനത്തെ സമ്മേളനം 16ാമത് സമ്മേളനം 2026 ജനുവരി മാസം 20-ന് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്. തുടർന്ന് 2026-27 വർഷത്തെ സാമ്പത്തിക വർഷത്തെ ബജറ്റും സഭയ്ക്കകത്ത് അവതരിപ്പിക്കപ്പെടും. ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജനുവരി 20 മുതൽ മാർച്ച് 26 വരെ 32 ദിവസത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ജനുവരി 22, 27, 28 തീയതികളിൽ ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രമേയത്തിൽ നമ്മളുടെ ചർച്ചയാണ്. ജനുവരി 29-ന് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കപ്പെടും. ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ ബജറ്റിന് മുകളിൽ പൊതു ചർച്ച. ഫെബ്രുവരി 5-ാം തീയതി 2025-26 സാമ്പത്തിക വർഷത്തെ അവസാന ബാച്ച് ഉപധനാഭ്യർത്ഥനകൾ. അതോടൊപ്പം തന്നെ ഏതാനും സാമ്പത്തിക വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകൾ ഈ ദിവസങ്ങളിൽ പരിഗണിക്കും. ഫെബ്രുവരി 6 മുതൽ 22 വരെ സഭ ചേരുന്നതല്ല. ഈ സമയത്ത് ബജറ്റ് സ്ക്രൂട്ടിനിയാണ് വിവിധ സബ്ജക്ട് കമ്മിറ്റികൾ. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 19 വരെ വീണ്ടും 13 ദിവസം 2026-27 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളെ സഭ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കും. 2025-26 വർഷത്തെ അന്തിമ ഉപാധനാഭ്യർത്ഥനകളും ധനവിനിയോഗ ബില്ലുകളും ഈ സഭാ സമ്മേളനം പാസാക്കേണ്ടതുണ്ട്. സമ്മേളന കാലയളവിൽ ജനുവരി 23, ഫെബ്രുവരി 27, മാർച്ച് 13 ഈ 3 ദിവസങ്ങളിൽ പ്രൈവറ്റ് മെമ്പർ ബില്ലാണ്. ഗവൺമെൻറ് കാര്യങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള ദിവസങ്ങൾ ക്രമീകരിക്കുന്നത് കാര്യോപദേശക സമിതി ചേർന്നാണ്. തുടർന്ന് ഈ നിയമസഭയുടെ അവസാനത്തെ സമ്മേളനം 2026 മാർച്ച് 26-ന് അവസാനിപ്പിക്കത്തക്ക നിലയിലെ ഷെഡ്യൂളാണ് ഈ ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്.